എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ 3rd ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തായി പേജ് നമ്പർ 16 ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പോൾ അത് നോക്കാം. ലുക്ക് അറ്റ് ദ മാപ്പ് 1.1. ഫൈൻഡ് ദ റീജിയൻ വെയർ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന മാപ്പ് 1.1 നോക്കിയിട്ട് അതിനകത്ത് എവിടെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാപ്പ് 1.1 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അത് നൈൽ റിവറിൻ്റെ അടുത്തായിട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. യു ഹാവ് സീൻ ദാറ്റ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. അതായത് നമ്മളിപ്പോൾ മാപ്പിൽ കണ്ടു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളത് എവിടെയാണ്? നൈൽ വാലിയിലാണ്. അതായത് നൈൽ റിവറിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ തീരത്തായിട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്താ പറയാം? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. ദ മെയിൻ സിറ്റി ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ. കെയ്റോയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ദ മെയിൻ സിറ്റി ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ. ദ ഈജിപ്ഷ്യൻ കിങ് വെയർ നോൺ ആസ് ഫെറോസ്. ഈജിപ്തിലെ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ഫെറോസ് എന്നാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദ ഈജിപ്ഷ്യൻ കിങ് വെയർ നോൺ ആസ് ഫെറോസ്. ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് ദ പിരമിഡ്സ്. അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് പിരമിഡ്സ് ആണ്. പിരമിഡ്സ് നമുക്കറിയാം, അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആയിട്ട് നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഈ 4 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കണം. എന്തൊക്കെയാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. ദ മെയിൻ സിറ്റി ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ. ദ ഈജിപ്ഷ്യൻ കിങ്സ് വെയർ നോൺ ആസ് ഫെറോസ്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് ദ പിരമിഡ്. അടുത്ത നോക്കാം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അതായത് കൃഷിയായിരുന്നു ഇവിടുത്തെ ആളുകളുടെ പ്രധാന ജീവിതമാർഗം. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രോ അബാൻഡൻലി ഇൻ ദ നൈൽ റിവർ ബേസിൻസ്. അതായത് വീറ്റ് നമുക്കറിയാം, ഗോതമ്പ്. അതുപോലെ തന്നെ ബാർലി, മില്ലറ്റ് ചെറുധാന്യങ്ങളാണ്. ഫ്ലാക്സ് എന്ന് പറയുന്നത് ചണ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ്ലാക്സ്. കോട്ടൺ അറിയാം, പരുത്തിയാണ്. ആൻഡ് സോ ഓൺ ഗ്രോ ഓൺ അബാൻഡൻലി ഇൻ ദ നൈൽ റിവർ ബേസിൻ. അതായത് നൈൽ നദിയുടെ കരയിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വളരെ സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്. This agriculture prosperity facilitated the development of the civilization in the Nile Valley. ഈ കൃഷിയുടെ അഭിവൃദ്ധിയാണ് നൈൽ വാലിയുടെ തീരത്ത് ഈ ഒരു സിവിലൈസേഷൻ ഇങ്ങനെ വളർന്നു വരാനുള്ള കാരണമായി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. ഇതുകൊണ്ടാണ് ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് പറയുന്നത്, നൈലിൻ്റെ ദാനം അല്ലെങ്കിൽ നൈലിൻ്റെ ഗിഫ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈജിപ്തിൻ്റെ മറ്റൊരു പേരാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ, നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. വൈ ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ? എന്തുകൊണ്ടാണ് ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്നറിയപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ മുകളിൽ തൊട്ട് എഴുതണം. എന്താണ്? അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രോ അബാൻഡൻലി ഇൻ ദ നൈൽ റിവർ ബേസിൻ. ദ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സിവിലൈസേഷൻ ഇൻ ദ നൈൽ വാലി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. അടുത്തായിട്ട് 2 എക്സ്റ്റൻഡ് റീഡിംഗ് തന്നിരിക്കുന്നു. ആദ്യത്തേത് പിരമിഡ്സ്. ദ പിരമിഡ്സ് വിച്ച് ആർ ദ ടോംസ് ഓഫ് ദ ഫെറോസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതായത് പിരമിഡ്സ് എന്ന് പറയുന്നത് ഈ ഫെറോസ് എന്ന് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാരാണ്, കിങ്സ് ആണ്. അവരുടെ ടോംബ് എന്ന് പറയുന്നത് ശവകുടീരമാണ്. അപ്പോൾ അവരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അതായത് ഈജിപ്തിലെ രാജാക്കന്മാരെ അടക്കം ചെയ്തിരുന്ന ശവകുടീരങ്ങളാണ് ഈ പിരമിഡുകൾ എന്ന് പറയുന്നത്. The biggest and the most famous in the Great Pyramid of Giza. അതായത് ഗിസയിലെ പിരമിഡ് ഗ്രേറ്റ് പിരമിഡാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലുതായിട്ടുള്ളതും. അപ്പം പിരമിഡ്സ് എന്ന് പറയുന്നത് ഈ ഫെറോസ് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ്. അതിലേറ്റവും വലുത് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയാണ്. അടുത്തത് മമ്മീസ് ആണ്. The Egyptians had the system of preserving the dead bodies by embalming with perfumes. അതായത് ഈ ഈജിപ്തുകാർക്ക് ഡെഡ് ബോഡീസ് എംബാം ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുന്നതിനാണ് എംബാം ചെയ്യുന്നത്. അത് വിത്ത് പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, സുഗന്ധലേപനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, കേടാവാതെ ഡെഡ് ബോഡീസ്.
അങ്ങനെ കേടാവാതെ വെക്കുന്ന ഡെഡ് ബോഡീസിനെ പറയുന്ന പേരാണ് മമ്മീസ് എന്ന് പറയും. എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് മമ്മീസ്. ഇങ്ങനെ ബോഡി പ്രിസർവ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് മമ്മീസ് എന്ന് പറയും. എമംഗ് ദീസ് ദ മോസ്റ്റ് ഫേമസ് ഓഫ് ദ മമ്മി ഓഫ് ഫെറോ തൂത്തുകാമൻ സച്ച് മമ്മീസ് വെയർ കെപ്റ്റ് ഇൻസൈഡ് ദ പിരമിഡ്സ്. അതായത് ഈ പിരമിഡ്സിനകത്ത് ഈ ഫെറോസിൻ്റെയൊക്കെ രാജാക്കന്മാരുടെയൊക്കെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കേടുവരാതെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വച്ചതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മമ്മിയാണ് തൂത്തുകാമൻ എന്ന് പറയും. തൂത്തുകാമൻ എന്ന് പറയുന്ന അന്നത്തെ ഫെറോയാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതിപ്പോഴും ഇങ്ങനെ കേടുപറ്റാതെ പ്രിസർവ് ചെയ്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇത് കാണാൻ പഠിക്കേണ്ട എല്ലാ വിവരങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് എഴുത്തുകളെ പറ്റി, അവിടുത്തെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ റൈറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസ്സപ്പൊട്ടോമിയ. മെസ്സപ്പൊട്ടോമിയയിലെ പോലെ തന്നെ ഈജിപ്തിലും റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. മെസ്സപ്പൊട്ടോമിയയിലെ റൈറ്റിങ്സിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ പേര് ക്യൂണിഫോം എന്നാണ്. ക്യൂണിഫോം സ്ക്രിപ്റ്റാണ് മെസ്സപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ചുകൊണ്ട്. അത് ബാക്കി നോക്കാം. ലെറ്റസ് സീ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ റൈറ്റിംഗ്. അതായത് ഈജിപ്ഷ്യൻ റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നടുക്കോട്ട് നോക്കാം. ഈജിപ്ഷ്യൻ റൈറ്റിങ്സിൻ്റെ പേരാണ് അവിടെ തന്നിരിക്കുന്നത്. ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. അതായത് ഈജിപ്തിലെ ആ റൈറ്റിങ്ങിൻ്റെ അവരുടെ സ്ക്രിപ്റ്റിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഫീച്ചർ നോക്കാം. ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ. അതായത് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത് പുരാതന ഈജിപ്തുകാരുടെ എഴുത്താണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അതായത് പുരാതന ഈജിപ്തുകാരുടെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അടുത്തത് ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അതായത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രമായ എഴുത്ത് എന്നാണ്. സേക്രഡ് എന്ന് പറഞ്ഞാൽ പവിത്രമായതെന്നാണ് കേട്ടോ. അപ്പോൾ ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ദിസ് സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. അതായത് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സൈനുകൾ, ചിഹ്നങ്ങളുടെയും ലെറ്റേഴ്സുകളുടെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കുന്നത്. നമ്മൾ സാധാരണ വായിക്കുന്നത് ഇടത് നിന്ന് വലത്തേക്കാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇത് വായിക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഈ അറബിയൊക്കെ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കുന്നത്, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സിനെ പറ്റിയിട്ടുള്ള, അതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടുള്ള 4 പ്രത്യേകതകൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്തൊക്കെയാണ്? ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ്. അതായത് പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അതായത് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രമായ എഴുത്ത് എന്നാണ്. ദ സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സൈനുകൾ, ചിഹ്നങ്ങളുടെയും ലെറ്ററുകളുടെ ഒരു കോമ്പിനേഷനാണ്, സംയോജനമാണ്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കുന്നത്. അടുത്തായി പേജ് നമ്പർ 18, അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. അതായത് സയൻസിലെ അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. അതായത് ഈജിപ്തിലെ മാത്തമാറ്റിക്സ്, അതായത് ഗണിതത്തിനും മെഡിക്കൽ സയൻസ്, അതായത് വൈദ്യശാസ്ത്രത്തിനുമൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി, വലിയ നേട്ടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇത് ഈജിപ്ഷ്യൻസ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. അതായത് മാത്തമാറ്റിക്സിലെ, ഗണിതത്തിലെ ജോമെട്രിക്ക് അടിസ്ഥാനം കുറിച്ചത്, അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് ആരാണ്? ഈജിപ്ഷ്യൻസ് ആണ്. ജോമെട്രി എന്ന് പറയുന്നത് അറിയാലോ, അത് മാത്തമാറ്റിക്സിലുള്ള ഒരു ഭാഗമാണ് ജോമെട്രി എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ചത് ഈജിപ്ഷ്യൻസ് ആണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വെയർ ദെയർ കോൺട്രിബ്യൂഷൻസ്. അതായത് അഡീഷനും സബ്ട്രാക്ഷനും, അതായത് കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഈജിപ്ഷ്യൻകാരുടെ ഒരു സംഭാവനയാണ്. ദെയർ സോളാർ കലണ്ടർ കൺസിസ്റ്റഡ് ഓഫ് 12 months of 30 days each and added 5 days to complete a year for 365 days. അതായത് അവരുടെ സോളാർ കലണ്ടർ, സൂര്യ കലണ്ടറുണ്ട്, അതിനകത്ത് 12 months ആണുള്ളത്, 12 മാസങ്ങളാണുള്ളത്. ഓഫ് 30 days ഈച്ച് ആണ്, 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസങ്ങളുണ്ട്. അപ്പോൾ 360 ദിവസവും. ആൻഡ് ആഡഡ് 5 days ടു കംപ്ലീറ്റ് എ ഇയർ ഫോർ 365 days. അതായത് 365 ദിവസമാക്കാനായിട്ട് പിന്നെ ഒരു 5 ദിവസം കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കലണ്ടർ പോലെ തന്നെയൊക്കെ സാമ്യമുള്ള, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ പോലെയൊക്കെ സാമ്യമുള്ള കലണ്ടറാണ്. 12 മാസമുള്ള 30 ദിവസങ്ങൾ വീതമുള്ള കലണ്ടറാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഹൗ മെനി മന്ത്സ് ആർ ദെയർ ഇൻ ദ കലണ്ടർ വി യൂസ് നൗ? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസമാണുള്ളത്? അത് 12 മാസമാണ്. ഡസ് ഈച്ച് മന്ത്സ് ഹാവ് 30 days? എല്ലാ മാസങ്ങളിലും 30 ദിവസമാണോ?
അല്ല, നമ്മുടെ 31 ദിവസമുള്ള മാസങ്ങളുണ്ട്, അതുപോലെ 28 ദിവസമുള്ള മാസമുണ്ട്. ഫെബ്രുവരിയിലാണെങ്കിൽ 28 ദിവസമുള്ളൂ. ലുക്ക് അറ്റ് ദ കലണ്ടർ അറ്റ് യുവർ ഹോം ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ഈച്ച് മന്ത് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണ് ഉള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളുക. അതിന് മുമ്പ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ഒന്നും കൂടെ നോക്കാം. അതിനകത്ത് പഠിക്കേണ്ടത് ഇതാണ് ഈജിപ്ഷ്യൻസ്, രണ്ടാമത്തെ പോയിന്റ്. ഈജിപ്ഷ്യൻസ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ ജോമെട്രിക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്, അതിനൊരു അടിത്തറ ഉണ്ടാക്കിയത് ആരാണ്? ഈജിപ്ഷ്യൻസ് ആണ്. അപ്പോൾ അവരുടെ ഒന്നാമത്തെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഈജിപ്ഷ്യൻ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഇൻ ദ ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. അടുത്തത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വേർ ദെയർ കോൺട്രിബ്യൂഷൻസ്. അതായത് അഡീഷനും സബ്ട്രാക്ഷനും അവരുടെ കോൺട്രിബ്യൂഷനാണ്, അവരുടെ ഈജിപ്തുകാരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 2 പോയിൻ്റായി. മൂന്നാമത്തെ ദ സോളാർ കലണ്ടർ കൺസിസ്റ്റഡ് ഓഫ് 12 months of 30 days each and added 5 days to complete a year of 365 days. അപ്പോൾ അവർക്കുടെ സോളാർ കലണ്ടർ ഉണ്ടായിരുന്നു, 12 മാസം ഉള്ള 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസമുള്ള കലണ്ടർ. അതോടൊപ്പം തന്നെ 5 ദിവസം കൂടെ അഡീഷണലായിട്ട് ചേർത്ത് 365 ദിവസങ്ങളാക്കിയിട്ടുള്ള ഒരു കലണ്ടറും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പോയിൻ്റാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത് നൈൽ റിവറിലാണ്. അവരുടെ മെയിൻ സിറ്റി എന്ന് പറയുന്നത് കെയ്റോയാണ്. ഈജിപ്ഷ്യൻ കിങ്സിൻ്റെ പേര് ഫെറോസ് എന്നാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് പിരമിഡാണ്. പിന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്നാണ്. നൈലിൻ്റെ ദാനം എന്ന് പറയും. അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് പറയുന്നത് അഗ്രികൾച്ചർ അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു, അവരുടെ ജീവിതമാർഗ്ഗമായിരുന്നു. അവർക്ക് വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ഒക്കെ ആയിരുന്നു അവരുടെ നൈൽ നദിയുടെ കരയിൽ സമൃദ്ധമായിട്ട് വളർന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കൃഷിയുടെ ഡെവലപ്മെൻ്റ് ആണ് ഈ നൈൽ വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം. അതുകൊണ്ടാണ് ഇതിനെ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും പഠിക്കണം. എന്തുകൊണ്ടാണ് ഈജിപ്തിനെ ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് പറയുന്നത്? അതോടൊപ്പം തന്നെ അവരുടെ റൈറ്റിങ്സിനെ പറ്റി പറയുന്നുണ്ട്. അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഹൈറോഗ്ലിഫിക്സിൻ്റെ പ്രത്യേകത 4 പ്രത്യേകതകളുണ്ട്. ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻസ്. അതായത് പുരാതന ഈജിപ്തുകാരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഹൈറോഗ്ലിഫിക്സിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സേക്രഡ് റൈറ്റിംഗ് എന്നാണ്. പിന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്, അതായത് ചിഹ്നങ്ങളുടെയും ലെറ്ററുകളുടെയും ഒരു കോമ്പിനേഷനാണ്. അത് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇത് വായിക്കുന്നത്. പിന്നെ അവസാനം നമ്മളിപ്പം പറഞ്ഞത് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ആണ്. അതിനകത്ത് 3 കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. ഈജിപ്ഷ്യൻസ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ ജോമെട്രിയുടെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് ഈജിപ്തുകാരാണ്. അതുപോലെ തന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വേർ ദെയർ കോൺട്രിബ്യൂഷൻസ്. അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഈജിപ്ഷ്യൻകാരാണ് കണ്ടുപിടിച്ചത്. അടുത്തതായിട്ട് their solar calendar consisted of 12 months of 30 days each. അവരുടെ ഒരു സോളാർ കലണ്ടർ ഉണ്ടായിരുന്നു, 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസങ്ങളുള്ള സോളാർ കലണ്ടർ. ആൻഡ് ആഡഡ് 5 days to complete a year of 365 days. അങ്ങനെ ഒരു 5 ദിവസം കൂടെ ആഡ് ചെയ്ത് 365 ദിവസങ്ങളാക്കിയിട്ടുള്ള സോളാർ കലണ്ടർ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് ചൈനീസ് സിവിലൈസേഷനാണ്. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് വിത്ത് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുവാങ്ഹോ. അതായത് ഹുവാങ്ഹോ എന്ന് പറയുന്ന നദിയുടെ കരയിലാണ് ഈ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ അത് രൂപം കൊണ്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചൈനീസ് സിവിലൈസേഷനിൽ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് വിത്ത് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുവാങ്ഹോ. അടുത്ത് നോക്കാം. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് സിവിലൈസേഷൻ ആസ് വെൽ. അതായത് ഇവിടെയും കൃഷിയാണ് ഈ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് സിവിലൈസേഷൻ ആസ് വെൽ. അടുത്തത് ദേ വെയർ ഓൾസോ എക്സ്പെർട്ട് ഇൻ വേവിങ്, പോട്രി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. അതായത് ഇവർ എക്സ്പേർട്ടായിരുന്നു ഏതിന്? വേവിങ്, തുന്നലിന്. അതുപോലെ പോട്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൺപാത്രങ്ങൾ നിർമ്മിക്കുക. ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ, സിൽക്ക് നൂലുകൾ അല്ലെങ്കിൽ സിൽക്ക് തുണികളൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ അവർ വളരെ എക്സ്പേർട്ടായിരുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദേ വെയർ ഓൾസോ എക്സ്പേർട്ട് ഇൻ വേവിങ്, പോട്രി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. ലാസ്റ്റ് പോയിന്റ്, ദേ മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചർ. അതായത് ബ്രോൺസ് കൊണ്ടുള്ള സ്കൾപ്ചർ, ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർ എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും അത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ
അപ്പോൾ ബ്രോൺസ് കൾച്ചർ നിർമ്മിക്കുന്നതിൽ എക്സ്പെർട്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് ചൈനീസ് സിവിലൈസേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുവാൻഹോ. Agriculture was the foundation of this civilization as well. They were also expert in weaving, pottery and silk production. They made excellent bronze sculpture. അടുത്തായിട്ട് ഇനി അവരുടെ റൈറ്റിംഗ് സിസ്റ്റം നോക്കാം. അവർക്കൊരു എഴുത്ത് രീതിയുണ്ട്, അത് നോക്കാം. ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻ ടൈം. ചൈനക്കാർക്ക് പുരാതന കാലം തൊട്ടേ ഒരു എഴുത്ത് രീതിയുണ്ട്. അതെന്താണ് നമുക്ക് പറയാൻ പോകുന്നത്? അടുത്ത പോയിന്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ദ പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അപ്പോൾ അവരുടെ സ്ക്രിപ്റ്റിൻ്റെ പേര് ദ പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്ക്രിപ്റ്റ് പഠിച്ചു. ഒന്നാമത്തെ മെസപ്പൊട്ടോമിയക്കാരുടെ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്. രണ്ടാമത്തെ ഈജിപ്ഷ്യൻകാരുടേത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ചൈനീസുകാരുടേത് ഏതാണ്? പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് ഒന്ന് നോക്കാം. ദ പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. അവർ ഉപയോഗിച്ചത് ലെറ്ററുകൾക്ക്, അക്ഷരങ്ങൾക്ക് പകരം പിക്ചറുകളാണ് ഉപയോഗിച്ചത്. അതാണ് ഇതിൻ്റെ പേര്, പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത ഏതാണ്? ദേ യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. പിക്ചറുകളാണ് ഉപയോഗിച്ചത്. വാസ് കോമൺ. ഗ്രാജുവലി ദേ ഡെവലപ്ഡ് സിംബൽസ് ടു യൂസ് ഇൻ പ്ലേസ് ഓഫ് പിക്ചേഴ്സ്. അതായത് പതിയെ പതിയെ ഈ പിക്ചറുകൾക്ക് പകരം അവർ സിമ്പിളുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ പിക്ചർ. അതിൻ്റെ അപ്പുറത്ത് തന്നിട്ടുണ്ട് 1.9 ചൈനീസ് സ്ക്രിപ്റ്റ്. അവിടെ നമുക്ക് കണ്ടിട്ടുണ്ട് ആ ഒരു സിമ്പിളുകളാണ് ഉപയോഗിക്കുന്നത്. ദിസ് സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻസ്. അതായത് ഇപ്പോഴും അത് ചൈനയിൽ ഈ സ്ക്രിപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഇപ്പോഴും ഈ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് ദ പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. ഗ്രാജുവലി ദേ ഡെവലപ്ഡ് സിംബൽസ് ടു യൂസ് ഇൻ പ്ലേസ് ഓഫ് പിക്ചർ. ദ സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻസ്. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ്റെ കാര്യത്തിൽ ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ സിവിലൈസേഷൻ്റെ 4 പോയിന്റ് പഠിക്കണം. അതുപോലെ അവരുടെ സ്ക്രിപ്റ്റിൻ്റെ പേരും അതിൻ്റെ ഫീച്ചറും പഠിക്കണം. അപ്പോൾ നമുക്ക് താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ് ആൻഡ് ചൈന ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ റൈറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തേത് സിവിലൈസേഷൻ മെസപ്പൊട്ടോമിയക്കാരുടെ സ്ക്രിപ്റ്റിൻ്റെ പേര് നമുക്കറിയാം എന്താണ്? ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്നാണ്. അതിൻ്റെ ഫീച്ചർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചർ നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്പ്ഡ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അതായത് ഒരു വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് ഇത്. അടുത്തത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈജിപ്റ്റ് ആണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ അവരുടെ സ്ക്രിപ്റ്റിൻ്റെ പേര് നമുക്കറിയാം, അത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇനി അതിൻ്റെ ഫീച്ചർ 4 ഫീച്ചർ പഠിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ ഫീച്ചറും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ദിസ് സ്ക്രിപ്റ്റ് വാസ് കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. അതായത് സൈനുകളുടെയും ലെറ്ററുകളുടെയും ഒരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ഒരു ഫീച്ചറൂടെ വേറെ ഉണ്ട്. അതെന്താണ്? ഇറ്റ് റീഡ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റീഡ് ചെയ്യുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ്. അതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത. അത് നമ്മൾ 4 പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് 1-2 പ്രത്യേകതകളൊക്കെ എഴുതുക. അടുത്തത് ചൈനീസ് സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. എന്താണ്? പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. അതായത് ലെറ്ററുകൾക്ക് പകരം പിക്ചറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തായി ഹാരപ്പൻ സിവിലൈസേഷൻ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് വാലി ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. അതായത് ബ്രോൺസ് ഏജിലെ ഇൻഡസ് വാലിയിലെ ഇൻഡസ് നദിയുടെ കരയിലാണ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിന്ധു നദിയാണ്. ഇൻഡസ് നദിയുടെ കരയിലായിട്ട് കാണപ്പെട്ട സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം എബൌട്ട് 2600 BCE ടു 1900 BCE. അതായത് ഇത് 2600 BCEക്കും 1900 BCEക്കും ഇടയിലാണ് ഇത് നിലനിന്നിരുന്നത്. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ഹാരപ്പ എന്ന് പറയുന്ന സിറ്റിയാണ്, ഈ സിവിലൈസേഷൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. അവിടെ ഈ സിവിലൈസേഷനിലെ ഹാരപ്പ എന്ന് പറയുന്ന സിറ്റിയാണ് ആദ്യമേ കണ്ടെത്തിയത്. ദാറ്റ് ഈസ് വൈ ദിസ് സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്നത്. സിൻസ് ഇറ്റ് ഈസ് എമർജ്ഡ് ദ ഇൻഡസ് വാലി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് ഇൻഡസ് വാലിയിലായതുകൊണ്ട്, അതായത് സിന്ധു നദീതടത്തിലായതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ഒരു പേരും കൂടിയുണ്ട്.
This civilization developed around urban centers. Therefore, this civilization is termed as the first urbanization in India. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അർബനൈസേഷൻ, ആദ്യത്തെ നഗരവൽക്കരണം എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അതിൻ്റെ കാരണം വെച്ചാൽ ദിസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. ഈ സിവിലൈസേഷൻ ഈ അർബൻ സെൻറ്റേഴ്സിന് ചുറ്റുപാടുമാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് വാലി ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. അതായത് ഇത് ഇൻഡസ് വാലിയുടെ അടുത്തായിട്ടാണ്, ബ്രോൺസ് ഏജിലെ ഇൻഡസ് വാലിയുടെ അടുത്തായിട്ട് കാണപ്പെട്ട സിവിലൈസേഷൻ. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഇയർ വേണ്ട, നമുക്കിത് പഠിച്ചാൽ മതി. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ഹാരപ്പയാണ് ഇതിലെ ആദ്യത്തെ സിറ്റി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ ദിസ് സിവിലൈസേഷൻ ഈസ് കോൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ദാറ്റ് ഈസ് വൈ ദിസ് സിവിലൈസേഷൻ ഈസ് കോൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അത് നമുക്കൊരു ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് വന്നത് എന്താണെന്ന് ചോദിച്ചാലും ഇതെഴുതാം. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, സിൻസ് ഇറ്റ് ഈസ് എമേർജ്ഡ് ഇൻ ദ ഇൻഡസ് വാലി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് എമേർജ് ചെയ്തിട്ട് വന്നത്, ഇത് രൂപം പെട്ടിട്ടുള്ളത് ഇൻഡസ് വാലിയുടെ അടുത്തായിട്ടാണ്, ഇൻഡസ് വാലിയിലാണ്. അതുകൊണ്ട് ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയും. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ്, ദിസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. ദെയർഫോർ ദിസ് സിവിലൈസേഷൻ ഈസ് ടേംഡ് ആസ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇത് അർബൻ സെൻറ്റേഴ്സിൻ്റെ ചുറ്റുപാടുമാണ് കാണപ്പെട്ടതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഹാരപ്പൻ സിവിലൈസേഷനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അടുത്തതായിട്ട് ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. സർ ജോൺ മാർഷൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ടു ക്യാരി ഔട്ട് എക്സ്കവേഷൻസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അത് ഫോം ചെയ്തിട്ടുള്ളത് ഇതുപോലെ എക്സ്കവേഷൻസിന് വേണ്ടിയും, അതായത് പരിവേഷണങ്ങൾക്ക് വേണ്ടിയും, പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്, അതായത് ഇതുപോലെയുള്ള ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പുരാവസ്തു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ രൂപീകരിച്ചിട്ടുള്ളതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സർ ജോൺ മാർഷൽ വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1902 to 1928. അതായത് 1902 മുതൽ 1928 വരെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ടിരുന്ന ആളാണ് സർ ജോൺ മാർഷൽ എന്ന് പറയും. ഇറ്റ് വാസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് അണ്ടർ ഹിസ് റീഡർഷിപ്പ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള റിസർച്ച്, ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു പഠനം, അല്ലെങ്കിൽ ഈ നമ്മുടെ സിവിലൈസേഷനുകളെ പറ്റിയുള്ള പഠനത്തിനിടയിലാണ് ഈ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തുന്നത്. ഇത് മണ്ണിനടിയിലായിട്ട് കിടന്ന ഭാഗമാണ്, അല്ലെങ്കിൽ മണ്ണ് മൂടിക്കിടന്ന ഒരു സിവിലൈസേഷനാണ്. അത് നമ്മൾ കണ്ടെത്തിയത് ഇദ്ദേഹത്തിൻ്റെ ഈ കീഴിലാണ്. ആരുടെ? സർ ജോൺ മാർഷലിൻ്റെ കീഴിലുള്ള ഒരു ടീമാണ് കണ്ടുപിടിച്ചത്. അതൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ മാപ്പ് 1.2 ഫൈൻഡ് ഔട്ട് ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതായത് മേളിൽ തന്നിരിക്കുന്ന 1.2 എന്ന് പറയുന്ന ഫിഗർ നോക്കിയിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ കാണപ്പെട്ട ഭാഗങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മോഹൻജദാരോ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഹാരപ്പ അതിനകത്തുണ്ട്, നമുക്ക് കാണാം. അടുത്തതായിട്ട് ലോത്തൽ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഭാഗത്താണ് ലോത്തൽ. അടുത്തത് കാലിബംഗൻ, അതായത് കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സിറ്റികൾ. ഒന്നുകൂടെ പറയാം: മോഹൻജദാരോ, ഹാരപ്പ, ലോത്തൽ, കാലിബംഗൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്